ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ നോവലാണ് നമ്മുടെ എസ്.കെ. പൊറ്റക്കാട്. അതിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കള്ളുഷാപ്പ് പിക്കറ്റിങ് സമരം നടക്കുക. അപ്പൊ നാട്ടിലെ പ്രമുഖനായ മദ്യപാനിയാണ് ബസ്ര കുഞ്ഞാപ്പു. വെള്ളടിക്കുന്ന കുഞ്ഞാപ്പു ഒരു ദിവസം ഗാന്ധി തൊപ്പിയിട്ട് കതറുവിട്ടിട്ട് സമരപ്പന്തലിൽ പോയി ഇരുന്നപ്പം ഭയങ്കര സംഭവമായത്. കുഞ്ഞാപ്പു ഇങ്ങനെ ഇരിക്കുമ്പോ കുഞ്ഞാപ്പുവിന്റെ മദ്യപാന സുഹൃത്തുക്കൾ അതാ ഇളനീര് കൊണ്ട് കൊടുക്കുന്നു. കുഞ്ഞാപ്പു ഇളനീര് കുടിക്കുന്നു. അതിന്റെ ഇടയിൽ കള്ള് ഷാപ്പിന്റെ മുതലാളി തലേ ദിവസത്തെ കള്ളിന്റെ ഭരണി മട്ട അടിഞ്ഞിരിക്കുന്ന ഭരണി ഉണ്ടല്ലോ, ഈ കള്ളിന്റെ മട്ട അടിച്ചിട്ടുണ്ട്. അതപ്പാട് കുഞ്ഞാപ്പുവിന്റെ തലയിലൂട്ട കമത്തി കൊടുത്തു. സാധാരണയാണ് കുഞ്ഞാപ്പു ആടുന്നത് തിരിച്ചപ്പടിക്കും. ഒന്നുമില്ലാതെ കുഞ്ഞാപ്പു ഹേ രാം എന്ന് പറഞ്ഞിരിക്കുക. ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ശ്രീധരൻ ഈ ഇളനീര് കൊണ്ടു കൊടുക്കുന്ന ഇവന്റെ ടീമില്ലേ, അവരുടെ പിന്നാലെ നടന്നുപോയി നോക്കുമ്പോൾ ഇവർ ഇളനീര് തെങ്ങുമെന്ന് പറിച്ചിട്ട് അതിലെ വെള്ളമെല്ലാം കമിഴ്ത്തിയിട്ട് അതിൽ കള്ള് വെച്ചിട്ടാ കൊണ്ടു കൊടുക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് കള്ള് കുടിച്ച് സമരത്തെ പൊളിക്കാനുള്ള പരിപാടിയാ. ഈ ഷാപ്പിന്റെ മുതലാളി ഒത്തിട്ടായി പരിപാടി. ഷാപ്പിന്റെ മുതലാളി ഇവന്റെ മേലെ മട്ടൊഴിച്ച് എന്തിനാന്നറിയോ? കള്ള് കുടിച്ച അടുത്തിരിക്കുന്ന മറ്റ് സമരക്കാർ വളണ്ടിയർമാർ അറിയല്ലോ ഇവൻ വെള്ളടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത് കമഴ്ത്തി കൊടുത്താൽ അതിന്റെ മണം കൊണ്ട് അതാന്ന് വിചാരിച്ചോളൂല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, കള്ള് ആയിരുന്നു പണ്ട് ഭയങ്കര കുറ്റമായി കണ്ടിരുന്നത്. പിന്നീട് പട്ട എന്ന് പറഞ്ഞാൽ പുതിയ തലമുറക്ക് അറിയില്ല. നമ്മളൊരു സ്കൂളിൽ ചോദിച്ചൊരു കടങ്കഥയാണ്. ആന തിന്നുന്നതും ആനക്കാരൻ കുടിക്കുന്നതുമായ സാധനം എന്താ? ആന പനേന്റെ പട്ട തിന്നു, ആനക്കാരൻ പട്ട കുടിക്കും. അതാണ് പട്ട എന്ന ഉത്തരം. ഇപ്പൊ പട്ട എന്താന്ന് ആർക്കും അറിയില്ല. പിന്നീട് ഇതര സംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വ്യാജ ചാരായം ഉണ്ടായിരുന്നു. മൂലവെട്ടി കേട്ടിട്ടുണ്ട്. പാക്കറ്റ് ചാരായ മൂല കണ്ടിക്കുക, പടു കുടിക്കുക, വലിച്ചടിയായിട്ട്. എന്നാൽ കുപ്പിയും മറ്റൊന്നും വേണ്ട. മൂലവെട്ടി. അതിൽ തന്നെ പല നാണം കുണുങ്ങി, ജീസസ്, പോസ്റ്റ്മക്കേറ്റി എന്നെല്ലാം പറഞ്ഞ സാധനങ്ങളുണ്ടായിരുന്നു. നാണം കുണി അടിച്ചാൽ പിന്നെ നാണം കുണിയാട് നിന്നോളൂ, വേറെ കുഴപ്പമൊന്നും. ജീസസ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ ഓഫാവും, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതാ ജീസസ്. ഇങ്ങനെ പല സാധനങ്ങൾ പണ്ടുണ്ടായിരുന്നു. മദ്യം, ലഹരി. പണ്ട് ഉപനിഷത്ത് കാലം, വേദങ്ങളുടെ കാലം മുതൽ സോമപാനം ഉണ്ടായിരുന്നു, സോമരസം. വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഇതിനെ കൺട്രോൾ ചെയ്യുവാനുള്ള കരുത്തില്ലാത്തൊരു തലമുറയുണ്ടായി. എങ്ങനെ? അത് മനഃശാസ്ത്രപരമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.